ഹായ് പ്യാരെ വെച്ചോ, അനസാറാണ്. യെസ്, നമ്മുടെ തംബ്നെയിലിൽ കണ്ടതുപോലെ നമുക്കൊരു ട്രെയിൻ യാത്ര പോയാലോ? യെസ്, നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ടാകും ഒരു നല്ല അടിപൊളി ട്രെയിൻ യാത്ര പോകണമെന്ന്. അപ്പോൾ ഒരുപാട് മക്കൾ ട്രെയിൻ യാത്ര പോയ ആളുകളാണ്, കുറേ ആളുകൾക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അത്തരത്തിൽ നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ ഗിഡ്കി എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ചാപ്റ്റർ അടിപൊളിയായിട്ട് ഒരു ട്രെയിൻ യാത്രയെക്കുറിച്ചാണ് പറയുന്നത്. അഞ്ജു ഗർബന്ധയുടെ ഒരു ലഘുകഥയാണ് നമ്മുടെ ഈ ഒരു മാറിയ ടെക്സ്റ്റ് ബുക്കിൽ ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് ഗിഡ്കി എന്ന് പേര് വരുന്ന ജനൽ എന്ന് ഒരു അർത്ഥം വരുന്ന ഒരു പാഠഭാഗം എങ്ങനെയാണ് ട്രെയിനുമായി ബന്ധപ്പെടുന്നത്? വളരെ രസകരമാണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക് എങ്ങനെയാകും ഒരു ട്രെയിൻ യാത്ര എന്നുള്ളതൊക്കെ ഓൾറെഡി നിങ്ങളുടെ ഒരു മനസ്സിൽ നിങ്ങളുടെ ഒരു സങ്കല്പം ഉണ്ടായിരിക്കും. റെഡിയല്ലേ? അപ്പോൾ നമുക്ക് വളരെ ഡിസ്കസ് ചെയ്യാം. ഒരു ട്രെയിൻ യാത്ര നടക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും ആ ട്രെയിൻ യാത്രയിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയുക, അല്ലേ? ഒരുപാട് ആളുകളുണ്ടാകും, വ്യത്യസ്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നവരുണ്ടാകും. ഒരു പുതിയ അനുഭവമായിരിക്കും. ഇത്തരത്തിലൊക്കെ ഉണ്ട്. ഇവിടെ പറയുന്നത് ഏക പരിവാർ കെ ബാരമേ, അല്ലേ? ഒരു കുടുംബത്തിൻ്റെ ഒരു യാത്രയെക്കുറിച്ചിട്ടാണ്. അവർക്ക് ഹോഷിയാപൂരിൽ നിന്നും കല്യാണത്തിൻ്റെ ഒരു ക്ഷണം വരികയാണ്. അപ്പോൾ ഈ കല്യാണത്തിലേക്ക് അവർ പോകാൻ വേണ്ടിയിട്ട് അവർ ട്രെയിൻ യാത്ര തിരഞ്ഞെടുക്കുന്നു. അതിനുശേഷം അവർ ട്രെയിൻ യാത്ര തിരഞ്ഞെടുത്തു എന്ന് മാത്രമല്ല, അവർക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന ഒരു സമയമായത് കാരണം അവർ ജനറൽ കമ്പാർട്ട്മെൻറ്റ് വഴി യാത്ര ചെയ്യാൻ അവർ ഉദ്ദേശിക്കുന്നു. അങ്ങനെ യാത്ര അവരെന്ത് ചെയ്യുന്നു? യാത്ര മനോഹരമായിട്ട് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. യാത്രയുടെ കൂടെ നമ്മളും അതിമനോഹരമായിട്ട് നമ്മളും സഞ്ചരിക്കുകയാണ്. അതിനുശേഷം യാത്രയിൽ ഒരുപാട് അതിഥികളെ അവർ കാണുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിഥിയെ അതിൽ വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിഥി വരുന്നു. അതിഥി ഒരു സാധനം വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുടുംബത്തിൻ്റെ അടുത്തേക്ക് വരുന്നത്. പിന്നെ വളരെ മനോഹരമായ, വളരെ രസകരമായിട്ട് നടക്കുന്ന, ഏറെ ചിന്തിക്കാനുള്ള ഒരു കഥയാണ് നമുക്ക് ഈ ഒരു പാഠഭാഗത്തിലൂടെ പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മുടെ മക്കളൊക്കെ ഈ കഥ നിങ്ങളുടെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് ആ കഥ എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ സാറേ, ഈ കഥ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ആ കഥ എവിടെയുണ്ട്? നമ്മുടെ അസ്ത്ര ബാച്ചിലുണ്ട്. വളരെ മനോഹരമായിട്ട് നമ്മൾ ആ പാഠഭാഗം സെറ്റായിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ അസ്ത്ര ബാച്ച് എന്താണെന്നൊക്കെ ഓരോ മക്കൾക്കും വളരെ സംശയമുണ്ടാകും. ഒരു സംശയത്തിൻ്റെ ആവശ്യമില്ല. അസ്ത്ര ബാച്ചിൽ നിങ്ങൾ കടന്നു കഴിഞ്ഞ് വന്നാൽ നിങ്ങൾക്ക് അതിമനോഹരമായിട്ട് ലൈവായിട്ട് ക്ലാസ്സുകൾ കിട്ടും. ഗിഡ്കി എന്നുള്ള പാഠഭാഗം അതിമനോഹരമായിട്ട് നമ്മൾ അസ്ത്ര ബാച്ചിൽ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അസ്ത്ര ബാച്ചിൽ ലൈവായിട്ടും റെക്കോർഡഡ് ആയിട്ടും ക്ലാസ്സുകളുണ്ട്. അതേപോലെ നമുക്ക് ഒരു ലൈവിൻ്റെയും റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളുടെയും സ്ലൈഡ്സ് ആൻഡ് നോട്ട്സ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. പിന്നെ കേരളത്തിലെ നമ്പർ 1 ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. അനസാർ ഹിന്ദിയാണ് എടുക്കുന്നത്. നമ്മുടെ ഹിന്ദിക്ക് നമ്മുടെ ബാബു സാറും സ്നേഹ മിസ്സും ഒക്കെ നമ്മുടെ കൂടെയുണ്ട്. അതേപോലെ മറ്റു എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫാക്കൽറ്റീസ് ഒക്കെ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അസ്ത്ര ബാച്ചിലും അവരും അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ കൂടാതെ അനേകം ഫീച്ചേഴ്സും നമ്മുടെ ഈ അസ്ത്ര ബാച്ചിലുണ്ട്. അപ്പോൾ ഇതേപോലെ മനോഹരമായിട്ടുള്ള ട്രെയിൻ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു യാത്രയിലേക്ക് അസ്ത്ര ബാച്ചിൻ്റെ മനോഹരമായിട്ടുള്ള നമ്മുടെ ഗിഡ്കിയിലൂടെ പോകുന്ന ഈ യാത്രയിലേക്ക് എൻ്റെ പൊന്നുമക്കളെയും അനസാർ സ്വാഗതം ചെയ്യാണ്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യൂ? അസ്ത്ര ബാച്ചിലേക്ക് കടന്നു വരൂ. വളരെ മനോഹരമായിട്ട് നമുക്ക് പഠിക്കാം. ബൈ.